തിരസ്കരിച്ച ജീവിതങ്ങളെ ചേർത്തുപിടിച്ച കരങ്ങൾ, പാവപ്പെട്ട ജീവിതങ്ങൾക്ക് കർത്താവിന്റെ കരസ്പർശനം നൽകിയ വൈദികൻ, അനാഥരെ സ്വന്തമായി കണ്ട് അവർക്ക് വേണ്ടി കേരളത്തിലുടനീളം 55ഓളം സദനങ്ങളും കർത്താവിന്റെ സ്വയം ദാനത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും ചൈതന്യം തുടരാൻ 2 സന്യാസിനി സമൂഹങ്ങളും സ്ഥാപിച്ച ഫാദർ അബ്രാഹം കൈപ്പുംപ്ളക്കൽ തന്റെ 100ാമത്തെ വയസ്സിലും കർമ്മനിരതമാകുന്ന ജീവിതത്തിന്റെ സന്ദേശമിതാ. പാവപ്പെട്ടവരോടുള്ള വേണ്ടി ജീവിതം അർപ്പിക്കണമെന്നുള്ള ഒരു നിയോഗത്തോടുകൂടിയാണ് പൗരോഹിത്യം സ്വീകരിച്ചത്. പാലായിൽ ലാലംപള്ളി വികാരിയായിരുന്ന അവസരത്തിൽ അങ്ങാടിയിലുണ്ടായിരുന്ന ആരും ഇല്ലാതെ ഓരോ സ്ഥലത്തും വിളിച്ചൊക്കെ വന്ന് അങ്ങാടി പിള്ളേരായിട്ട് ഒത്തിരി കുട്ടികളുണ്ടായിരുന്നു. അവരെ നന്നാക്കുവാനായിട്ട് എന്താണ് വഴിയെന്ന് നോക്കി അതിനുള്ള ഒരു മാർഗമായിട്ട് ബോയ്സ് ടൗൺ ആരംഭിച്ചു. അതിനെല്ലാവരുടെയും സഹകരണം കിട്ടി. അത് വളർന്നു വന്ന് ഒരു വലിയ സ്ഥാപനമാക്കി കൊണ്ടുവരാനായിട്ട് സാധിച്ചു. വാർദ്ധക്യത്തിലെത്തി അനേകം പേർ കുടുംബങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ടവരായി അവരുടെ സാമാന്യമായ ആവശ്യങ്ങൾ പോലും നിർവഹിച്ചു കൊടുക്കുവാൻ സന്മനസ്സുള്ള ബന്ധുക്കളില്ലാതെയും വിഷമിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് എല്ലാവർക്കും ഏതെങ്കിലും വിധത്തിൽ സമാധാനവും ആശ്വാസവും ലഭിക്കുവാൻ ഇടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ നിസ്സഹായത എന്താണെന്നും അവരുടെ നിരാശ എന്താണെന്നും അവരുടെ അവസാന കാലത്തുള്ള ഹൃദയവികാരങ്ങൾ എത്ര ദുരൂഹമാണെന്നും അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഞാൻ അവരോരോരുത്തരെയും എൻ്റെ മനസ്സിൽ കണ്ടുകൊണ്ട് അവരെല്ലാവർക്കും സഹായം ചെയ്തു കൊടുക്കുവാനുള്ള ആഗ്രഹം മാത്രം ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് സാധിക്കുന്ന എല്ലാവരെയും സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനായിട്ട് പരിശ്രമിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നവരാണ് നമ്മൾ. കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ അവസാനം ദുഃഖവെള്ളിയാഴ്ചയും പാടുപീടുകളുമായിരുന്നു. നമ്മളുടേതും ഏകദേശം അതുപോലെയാണ്. ജീവിതത്തിൻ്റെ അവസാനത്തോടുകൂടി ആർക്കും വേണ്ടാത്ത സ്ഥിതിയിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നൊൻപരങ്ങളും കഷ്ടപ്പാടുകളും വേദനകളും എല്ലാം സഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരവസരമാണ്. നമുക്കും പ്രിയപ്പെട്ടവരെ, ഈ വാർദ്ധക്യകാലത്ത് ഇതെല്ലാം സഹിക്കുകയും ശ്രമിക്കുകയും ചെയ്യുന്നതിനുള്ള ഏറ്റവും വലിയ പ്രതിഫലം കർത്താവ് വെച്ചിരിക്കുന്നത് നമ്മുടെ ഉയർപ്പാണ്. നമ്മളുടെ ഉയർപ്പിനെ പറ്റി നമ്മൾ ചിന്തിക്കാറില്ല. ഈ വിഷമങ്ങളും പ്രയാസങ്ങളെ പറ്റി മാത്രമേ ചിന്തിക്കുകയുള്ളൂ. പക്ഷെ അതിനപ്പുറത്ത് ഒരു വലിയ സന്തോഷമുണ്ട്, അതിനപ്പുറത്ത് ഒരു വലിയ ഉല്ലാസമുണ്ട്, സന്തോഷമുണ്ട്, ആശ്വാസമുണ്ട്. എല്ലാം നമുക്ക് ലഭിക്കും. പരസ്പര ധാരണയിലും സ്നേഹത്തിലും മാതൃകാപരമായ കുടുംബജീവിതം നയിക്കേണ്ടതിന് യുവതി യുവാക്കൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട പ്രബോധനങ്ങൾ.